നിശബ്ദ പ്രചാരണം ഒപ്പം തന്നെ ഒരു മഹായുദ്ധം അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. രാഷ്ട്രീയമായി നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ് ആ വീറും വാശി നിറഞ്ഞ ഒരു കൊട്ടിക്കലാശം. അത് അത്രയും ഗംഭീരമായി തന്നെ എല്ലാ മൂന്ന് മുന്നണികളും ഒരുപോലെ തന്നെ നടത്തിയിരിക്കുന്നു. ഒപ്പം എടുത്തു പറയേണ്ടത് പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് ഇന്നത്തെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുള്ളത്. അതിപ്പോൾ മഹാരാജാസ് കോളേജിൽ കൊച്ചിയിലെ തൃക്കാക്കര മണ്ഡലത്തിന്റെ പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിന്റെ കാഴ്ചയാണ്. ഇത് 8 മണിയോട് കൂടി ആരംഭിക്കും. അതിലേക്കുള്ള ക്യൂ ആണ്, ഉദ്യോഗസ്ഥരുടെ ക്യൂ ആണ് ഈ കാണുന്നത്. 3449 ഉദ്യോഗസ്ഥരാണ് ഇപ്രാവശ്യം ഈ പോളിംഗ് സ്റ്റേഷനുകളിലേക്കായിട്ട് ഉണ്ടാവുക. 14 മണ്ഡലങ്ങളിലേക്കായി 14 കേന്ദ്രങ്ങൾ എന്നുള്ള നിലയിലാണ് ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇവിടെ നിന്നും 8 മണിയോടുകൂടി ആരംഭിക്കുക. ഏകദേശം 15,000-ഓളം ഉദ്യോഗസ്ഥരാണ് ഇപ്രാവശ്യം വിനിയോഗിച്ചിട്ടുള്ളത്. 14 പോളിംഗ് ബൂത്തുകൾ പൂർണ്ണമായിട്ടും വനിതകൾ നിയന്ത്രിക്കും എന്നുള്ളതും ഇപ്രാവശ്യം എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ കൃത്യമായിട്ടുള്ള കർശന നിയന്ത്രണങ്ങൾ വരുന്നു, മറ്റ് എല്ലാ വിധത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയാകുന്നു എന്നുള്ളത് തന്നെയാണ് കാഴ്ച. ഇവർക്ക് ഇവിടെ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് തിരിച്ച് അവരുടെ ഈ പോളിംഗ് സാമഗ്രികൾ എടുത്തതിന് ശേഷം തിരിച്ചു പോകുന്നതിന് വേണ്ടി KSRTC പ്രത്യേക സർവീസ് ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം ഉച്ചയോടുകൂടി ഈ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് VVPAT ഒപ്പം തന്നെ വോട്ടിംഗ് യന്ത്രങ്ങൾ, മറ്റ് രേഖകൾ ഇവയെല്ലാം തന്നെ എത്തിക്കുക എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇങ്ങനെ ഓരോ 14 കേന്ദ്രങ്ങളിലായി ഇപ്പോൾ പോളിംഗ് സാമഗ്രികൾ നൽകുന്നതും അതിന്റെ ഹെൽപ്പ് ഡെസ്കുകൾ, ഇവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾ എല്ലാം ഒരുക്കിയിരിക്കുന്നു. ഇപ്പോൾ തൃക്കാക്കര മണ്ഡലത്തിന്റെ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് മറ്റൊന്ന് പറയാനുള്ളത് മധ്യ കേരളത്തെ സംബന്ധിച്ചാണ്. അത് രാഷ്ട്രീയ ചിത്രം കൂടുതൽ വ്യക്തമാകുമ്പോൾ ഈ രണ്ട് മുന്നണികളെ സംബന്ധിച്ചും അവർക്ക് ഭരണം പിടിക്കുക എന്നുണ്ടെങ്കിൽ ഈ മധ്യ കേരളത്തിൽ ഏകദേശം ഒരു 50 സീറ്റുകളാണുള്ളത്. അത് തൃശ്ശൂർ മുതൽ നമുക്ക് ആലപ്പുഴ വരെ നോക്കുകയാണെങ്കിൽ ഒരു 50 സീറ്റുകളാണുള്ളത്. ഈ 50 സീറ്റുകളിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ആർക്ക് എന്നുള്ളത് തന്നെയായിരിക്കും ഈ ഒരു വിധി നിർണ്ണയിക്കുക. അതിൽ ഇപ്പോൾ 2021 കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 35ഓളം സീറ്റുകൾ അത് LDF-നൊപ്പം നിന്നു. ഇപ്രാവശ്യം അത് പിടിച്ചെടുക്കുക, ഏകദേശം ഒരു 30 സീറ്റോളം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് UDF ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അത് 15ആയി ചുരുങ്ങിയിരുന്നു. അതിൽ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്നത് എറണാകുളം തന്നെയാണ്. എറണാകുളത്ത് 14 നിയോജക മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 9 എണ്ണമാണ് കഴിഞ്ഞ പ്രാവശ്യം UDF-നൊപ്പം നിന്നത്. അതിപ്രാവശ്യം ഒരു 12 അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ബൂം ഉണ്ടാവുകയാണെങ്കിൽ 14 സീറ്റുകളും വരെ നേടാം എന്നുള്ളതാണ് UDF-ന്റെ ഒരു കണക്ക് കൂട്ടലുള്ളത്. പക്ഷേ LDF-നെ സംബന്ധിച്ച് ഈ 35 സീറ്റുകൾ കഴിഞ്ഞ തവണ നേടിയെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 7 സീറ്റുകളൊക്കെ കുറഞ്ഞാൽ പോലും വലിയ ഒരു തകർച്ച ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ മധ്യ കേരളത്തിൽ പിടിച്ചു നിൽക്കാം എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം. BJP-യെ സംബന്ധിച്ച് അവർ തൃശ്ശൂരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത്. തൃശ്ശൂർ മണ്ഡലം, തൃശ്ശൂർ നഗരം ഉൾപ്പെടുന്ന മണ്ഡലം ഇപ്രാവശ്യം BJP-ക്കൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഗുരുവായൂർ ഉൾപ്പെടെ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം, അതൊരു വിജയത്തിലേക്കൊക്കെ എത്താനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുത്താണ് BJP-യും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇന്ന് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും നെഞ്ചെടുപ്പേറ്റുന്ന സമയമാണ്. നിശബ്ദ പ്രചാരണം സജീവമായി തന്നെ അതിരാവിലെ മുതൽ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ആരംഭിക്കുകയും ചെയ്തു.